1971 ശേഷം ബംഗാൾ ഉൾക്കടലിൽ അന്തർവാഹിനികളെ വിന്യസിക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. ചൈനയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഹാംഗോർ ക്ലാസ് എന്ന അന്തർവാഹിനികളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അരനൂറ്റാണ്ടിന് ശേഷമാണ് പാകിസ്ഥാൻ തങ്ങളുടെ നാവിക സാന്നിധ്യം അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിലേക്ക് വ്യാപിപ്പിക്കുന്നത്. ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് ഹംഗോർ എന്ന പാക് അന്തർവാഹിനി. 1971 നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിനിടെ പാകിസ്ഥാന്റെ PNS ഹംഗോറിന്റെ ആക്രമണത്തിലാണ് ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ INS ഗുക്രി മുങ്ങിയത്. അറബിക്കടലിൽ ഗുജറാത്തിലെ ദിയു തീരത്തു നിന്നും ഏകദേശം 40 നോട്ടിക്കൽ മൈൽ അകലെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന INS ഗുക്രിയെയും സഹകപ്പലായ INS കൃപാണിയെയും ഹംഗോർ ആക്രമിച്ചു. സ്വാതന്ത്ര്യാനന്തരം യുദ്ധസമയത്ത് ഒരു ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ മുങ്ങിയ ആദ്യ സംഭവവും പാകിസ്ഥാന്റെ ഏറ്റവും ആഘോഷിക്കപ്പെട്ട നാവിക ആക്രമണങ്ങളിലൊന്നുമായിരുന്നു അത്. INS ഗുക്രി മുങ്ങിയെങ്കിലും 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ വിജയം നേടിയില്ല. ഇന്ത്യൻ സേന പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ബംഗ്ലാദേശിന്റെ വിമോചനം ഉറപ്പാക്കി. 55 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പാകിസ്ഥാന്റെ ഹംഗോർ അന്തർവാഹിനി വാർത്തകളിൽ ഇടം നേടുകയാണ്. ഏപ്രിലിൽ ചൈനയിൽ കമ്മീഷൻ ചെയ്ത പാകിസ്ഥാന്റെ ഹംഗോർ ക്ലാസ് അന്തർവാഹിനികളിൽ ആദ്യത്തേത് കഴിഞ്ഞയാഴ്ച കറാച്ചിയിലെത്തി. 1971 യുദ്ധത്തിനു ശേഷം വടക്കൻ അറബിക്കടലിൽ മാത്രമായി ചുരുങ്ങിയ നാവിക സാന്നിധ്യം ബംഗാൾ ഉൾക്കടലിലേക്കും വ്യാപിപ്പിക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമം. ബംഗാൾ ഉൾക്കടൽ പരമ്പരാഗതമായി ഇന്ത്യക്ക് ഭൂമിശാസ്ത്രപരമായും തന്ത്രപ്രധാനപരമായും പ്രാധാന്യമുള്ള സ്ഥലമാണ്. വിശാഖപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ നിർണായകമായ കിഴക്കൻ നാവിക കമാൻഡും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ടാണുള്ളത്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള ചരക്ക് ഊർജ്ജ വ്യാപാരത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണിവ. ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമർ, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി അടുത്ത് സ്ഥിതി ചെയ്യുന്ന ജലാശയമാണ് ബംഗാൾ ഉൾക്കടൽ. ഇവിടെ അന്തർവാഹിനികളെ വിന്യസിക്കാനുള്ള തീരുമാനം ഒരു ഗെയിം ചേഞ്ചർ പദ്ധതിയായാണ് പാക് സേന കണക്കാക്കുന്നത്. ഹംഗോർ ക്ലാസ് വിഭാഗത്തിലെ 8 അന്തർവാഹിനികളെ ഉൾപ്പെടുത്താനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ഈ മാസം കറാച്ചിയിലെത്തിയ PNS ഹംഗോർ ഇവയിൽ ആദ്യത്തേതാണ്. ചൈനയിൽ നിർമ്മിച്ച ഈ അന്തർവാഹിനികളിൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. അതായത് ബാറ്ററികൾ റീചാർജ് ചെയ്യുന്നതിന് ഇവയ്ക്ക് ഇടയ്ക്കിടെ ഉപരിതലത്തിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് ദീർഘനേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയും. ഈ സവിശേഷതയുള്ളതിനാൽ ഇവയെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും അത്ര പെട്ടെന്ന് കഴിയില്ല. അതേസമയം കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി ഇന്ത്യൻ നാവികസേന അതിവേഗ ആധുനികവൽക്കരണത്തിലൂടെയും സ്വദേശിവൽക്കരണത്തിലൂടെയും ലോകത്തിലെ ശക്തമായ നാവികസേനകളിൽ ഒന്നായി വളർന്നു. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ന് ഇന്ത്യ സ്വതന്ത്രമായി അത്യാധുനിക യുദ്ധക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ശേഷി കൈവരിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ സമുദ്ര പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വിമാനവാഹിനി കപ്പലുകൾ, ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ, മിസൈൽ വഹിക്കുന്ന യുദ്ധക്കപ്പലുകൾ, സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ, അത്യാധുനിക റഡാർ ശൃംഖലകൾ എന്നിവയും സേവനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. സ്വദേശീയ സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ രാജ്യത്തിന്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ പ്രതീകമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം ദീർഘദൂര ആക്രമണശേഷിയുള്ള മിസൈൽ സംവിധാനങ്ങളും സമുദ്ര അതിർത്തികളിലെ ചലനങ്ങൾ നിരീക്ഷിക്കുന്ന അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും നാവികസേനയുടെ പ്രവർത്തനക്ഷമത ഗണ്യമായി ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വ്യാപാര പാതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും കടൽക്കൊള്ള, ഭീകരപ്രവർത്തനങ്ങൾ, അനധികൃത കടൽ ഗതാഗതം എന്നിവയെ പ്രതിരോധിക്കുന്നതിലും നാവികസേന നിർണായക പങ്ക് വഹിക്കുന്നു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യയുടെ ശക്തമായ സാന്നിധ്യം തുടരുന്നതിനൊപ്പം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിരന്തര നിരീക്ഷണവും സുരക്ഷാ വിന്യാസവും ശക്തമാക്കിയിട്ടുണ്ട്. വിവിധ സൗഹൃദ രാജ്യങ്ങളുമായി സംയുക്ത നാവികാഭ്യാസങ്ങൾ നടത്തുന്നതിലൂടെ അന്തർദേശീയ തലത്തിൽ സഹകരണവും പ്രതിരോധ സജ്ജതയും വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മേഖലയിൽ സൈനിക സന്തുലിതാവസ്ഥയെ ബാധിക്കാവുന്ന ഏതൊരു നീക്കവും സുരക്ഷാ വിദഗ്ധർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.